ശ്രീവിദ്യയുമായിട്ട് എന്താണ് ബന്ധം? ശ്രീവിദ്യയെ ഞാൻ എല്ലാ കാലത്തും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, ആരാധിച്ചിരുന്നു. ഞാൻ MA പഠിക്കുന്ന കാലത്ത് ഒരു തലൈ രാഗം, രജനീകാന്തിൻ്റെ ആദ്യത്തെ ഹിറ്റ് മൂവി അതാന്ന് തോന്നുന്നു. അങ്ങനെ ശ്രീവിദ്യയുടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വിദ്യ തിരുവനന്തപുരത്ത് വന്നല്ലോ. അപ്പോൾ ആ കാലത്ത് ഇന്ത്യ വിഷൻകാരെ ശ്രീവിദ്യ ഒരു പ്രോഗ്രാം ഏൽപ്പിച്ചു. കേരളത്തിലെ ഈ സാംസ്കാരിക മണ്ഡലത്തിലുള്ള 10 പേരെ ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പം ആ 10 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ശ്രീവിദ്യ അന്ന് PT ബിനാറി താമസിക്കുക, റെൻ്റഡ് ഹൗസിൽ. അപ്പോൾ എനിക്കറിയായിരുന്നു ശ്രീവിദ്യക്ക് എൻ്റെ കവിതകളെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ, മലയാളം പറയുമെന്നല്ലാതെ. അപ്പോൾ ശ്രീവിദ്യ എന്നെ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു എന്നെക്കുറിച്ച്, എൻ്റെ കവിതകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതി തരാൻ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എന്നെക്കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ ശ്രീവിദ്യക്ക് കൊടുത്തു വിട്ടു. എന്നാലും എനിക്ക് പേടി, ഒരു തമിഴ് കൾച്ചറുള്ള ഒരാൾ എന്നെ എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന്. കവിത ഭാഷയാണല്ലോ. പക്ഷെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ഇൻ്റർവ്യൂ വളരെ ഗംഭീരമായിട്ട് അവർ ചെയ്തു. അത് ഉൾക്കൊണ്ട്, ഞാൻ എഴുതിയതൊക്കെ ഉൾക്കൊണ്ട്, അവരുടേതായ ഒരു ബ്രില്യൻ ലേഡിയാണല്ലോ. വളരെ നല്ലൊരു ഇൻ്റർവ്യൂയാണ്. അത് കഴിഞ്ഞ് വല്ലപ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഈ അമൃത TVയുടെ സമാഗമം പരിപാടി. അപ്പോൾ ശ്രീവിദ്യ പ്രത്യേക ഇവരെ പറഞ്ഞ്, മധു എന്ന് പറഞ്ഞ ആളായിരുന്നു അന്ന് കോർഡിനേറ്റർ. മധുവിനെ പറഞ്ഞേൽപ്പിച്ചു എന്നെ വിളിക്കണം, എന്നോട് ശ്രീവിദ്യയെക്കുറിച്ച് സംസാരിക്കാൻ പറയണമെന്ന്. അന്നങ്ങനെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവർ സുഖമില്ലാതായല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ PT ബിനാറിലെ വീട് പണിതിരുന്നു. SI രഘുവൊക്കെ കൂടെ ചേർന്ന് നല്ല വീടുണ്ടാക്കിയിരുന്നു. അവിടെ അത് സമാധാനത്തിൽ താമസിക്കുമ്പോഴായി ഈ അസുഖം വരുന്നത്. അപ്പം അസുഖം കുറച്ച് സീരിയസ് ഒക്കെ ആയപ്പോൾ, അപ്പോൾ അതുവരെ എല്ലാവരും പറഞ്ഞു അവർക്ക് ആരും കാണുന്നതൊന്നും ഇഷ്ടമില്ലാന്ന്. അന്നേരം ഗണേശന് എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗണേശനോട് പറഞ്ഞു എനിക്ക് വിദ്യ കാണണം. അപ്പോൾ ഗണേശൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ മറ്റു ഉള്ളവരെയൊന്നും പുറത്തോട്ട് ഉള്ളവരെയൊന്നും അടുപ്പിക്കുന്നില്ലായിരുന്നു. കാരണം അവരുടെ ആ ക്ഷീണിത രൂപം പത്രക്കാരൊക്കെ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഇവർ പ്രത്യേകം പറഞ്ഞിരുന്നു ആരെ അകത്ത് വിടരുതെന്ന്. പാവം ഗണേശൻ അതിന് ഒത്തിരി പഴി കേട്ടു കേട്ടോ. എല്ലാവരും പറഞ്ഞ് ഗണേശൻ ആരെയും കാണിക്കുന്നില്ല. ഇവർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ കാവൽക്കാരനെയൊക്കെ വെച്ച്. അപ്പോൾ അന്ന് ഞാൻ ചെന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ക്ഷീണമൊക്കെ ആയി തുടങ്ങി. ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞു, ചെറുപ്പത്തിലത്തെ കഥകളും അച്ഛൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നതും, പിന്നെ ഒത്തിരി തമിഴ് കാലത്തെ ജീവിതവും, അങ്ങനെ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വരണമെന്നൊക്കെ പറഞ്ഞു. ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെന്നു. അപ്പോൾ കുറേയും കൂടി ക്ഷീണമായിരുന്നു. കൈത്തലമൊക്കെ ഇങ്ങനെ കറുത്തു പോയിരുന്നു. വളരെ ക്ഷീണിച്ച്, കണ്ണ് മാത്രം ഇങ്ങനെ തെളിഞ്ഞ് വളരെ സങ്കടം വരുന്നൊരു. അപ്പോഴും അങ്ങനെ കിടന്നുകൊണ്ടും അന്ന് ഗണേശനോടൊപ്പം ഞാൻ പോയത്, അല്ലാതെ തനിയെ പോകാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു ബന്ധവസ്ഥൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും അവരുടെ മേശയുടെ തൊട്ടടുത്ത് വെച്ചിരുന്ന ഫോട്ടോസിലൊന്ന് ഗണേശൻ്റെ വീട്ടിലെ ആനയുടെ ചിത്രമാണ്, ആനയുടെ ഫോട്ടോഗ്രാഫ്. അപ്പം ഈ ഗണേശൻ്റെ അമ്മയും അനിയത്തി ബിന്ദുവൊക്കെ ആയിട്ട് ഇവർക്ക് ഭയങ്കര അടുപ്പമാണ്. ശരിക്കും ഇവരെന്നോട് പറയാ ഗണേശൻ എൻ്റെ അമ്മയുടെ റോളാണ്, ഒരു അമ്മ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ. കാരണം അത്രയും ക്ഷീണിച്ച് അവശയായ ഒരാളെ കുഞ്ഞിനെ നോക്കുന്ന പോലെ ആയിരുന്നു. അപ്പോൾ ആ രണ്ടാമത് കണ്ടപ്പോഴും ഇങ്ങനെ ഒരുപാട് ഹൃദയം തുറന്നൊക്കെ വർത്താനം പറഞ്ഞു. പിന്നീട് വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പോഴത്തേക്ക് അവർ തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. എനിക്കിപ്പോഴും തോന്നും നിറഞ്ഞു തുളുമ്പുന്ന ഒരു വന തടാകം, അതുപോലത്തെ ഒരു വ്യക്തിത്വമായിരുന്നു. റിയലി മലയാളികൾക്ക് നഷ്ടപ്പെട്ട അല്ലേ ഒരു അഭിനേത്രിയാണ് അതെ ശ്രീവിദ്യ. ഒരുപാട് താങ്ക്സ് കേട്ടോ, ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്തായാലും ചെറിയൊരു തുക അല്ലേ നിങ്ങളുടെ ഗോവൻ ട്രിപ്പിന്? ഇത്ര ചെറുതല്ല അത് കേട്ടോ. ഗോവൻ ട്രിപ്പിന് വലിയൊരു വർണ്ണശബളമാക്കാൻ പോകുന്ന കാര്യമായത്. ഇതിലാരാ പുലി? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അപർണ പുലിയായി കളയാം. അപർണ ഒരു പുലിയാണ്. So once again, thank you very much.